ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, നിങ്ങൾ ഒരുപക്ഷെ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും ഈ ഹെസിക്കാസം എന്ന് പറഞ്ഞൊരു പ്രെയർ. ആ പേര് കേട്ടിട്ട് ഞെട്ടണ്ട. യേശുനാമ ജപം, ഈശോയുടെ നാമം, ജീസസ് പ്രെയർ എന്നാണ് അതിൻ്റെ ഒരു കാര്യം. ഈസ്റ്റേൺ ട്രഡീഷണൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വളരെ അഭിഷേകം നിറഞ്ഞ, വളരെ ശക്തി നിറഞ്ഞൊരു പ്രാർത്ഥന രീതിയാണ് ഈ ഹെസിക്കാസം പ്രെയറിന്റെ ബേസിക്. ഇങ്ങനെയാണ് ആ പ്രാർത്ഥന. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് നമ്മൾ ഇങ്ങനെ ചെല്ലും: ജീസസ് സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്, ഹാവ് മെർസി ഓൺ മീ എ സിന്നർ. മലയാളത്തിൽ: ഈശോയെ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ. അവരത് പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചൊരു പ്രത്യേക രീതിയുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇൻ ആൻഡ് ഔട്ട് ഈശോയെ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് ഈശോയെ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അവർ പ്രാർത്ഥിച്ചൊരു പ്രത്യേക രീതി ഇതാണ്: ജീസസ് സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്, ഈശോയെ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര എന്ന് പറയുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. ഹാവ് മെർസി ഓൺ മീ എ സിന്നർ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു. അപ്പം അങ്ങനെ ഒരു ബ്രീത്തിങ് പ്രയറും കൂടിയാണ്. അതായത് എൻ്റെ ശ്വാസോച്ഛ്വാസത്തിലും ഈശോയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു വലിയ മുറി വേണ്ട. എവിടെ ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്ന അഭിഷേകത്തിന്റെ, ഈശോയുടെ ശക്തി നിറയുന്ന വലിയൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നാളത്തേക്ക് വെക്കണ്ട, അടുത്ത ദിവസത്തേക്ക് വെക്കണ്ട, ഇപ്പൊ ചൊല്ലിക്കൊള്ളുക: ജീസസ് സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്, ഹാവ് മെർസി ഓൺ മീ എ സിന്നർ, ഈശോയെ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ.